നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അഭിനയ മികവിലൂടെ മലയാളികളെ പ്രചോദിപ്പിച്ച് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിലെത്തി നിൽക്കുന്ന ലാലേട്ടന് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. പുരസ്കാര നേട്ടത്തിന് ശേഷം ലാലേട്ടൻ നമ്മോട് പ്രതികരിച്ചു. എങ്കിലും ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് അത് കേൾക്കാൻ കൊതിക്കുകയാണ് ആരാധകർ. ഏഷ്യ കപ്പാണ് പിന്നെ എല്ലാവരും ഇന്ന് ഉറ്റുനോക്കുന്ന മറ്റൊരു വാർത്ത. ഹസ്തദാന വിവാദം കെട്ടടങ്ങും മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും നേർക്കുനേരം എത്തുകയാണ്. എന്തായാലും മത്സരം തീപാറുമെന്നുറപ്പ്. അങ്ങനെ ഇന്ന് ഞായറാഴ്ചയാണ് എങ്കിൽ പോലും വാർത്തകൾക്കൊട്ടും കുറവില്ലാത്തൊരു ദിവസം തന്നെയാണ്. നമുക്ക് സമഗ്രമായി തന്നെ നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നിറവിൽ മോഹൻലാൽ കൊച്ചിയിൽ 10:30 മാധ്യമങ്ങളെ കാണും. പ്രിയ താരത്തിന്റെ പുരസ്കാര തിളക്കം ആഘോഷമാക്കാൻ സിനിമാ ലോകവും ആരാധകരും. H-1B വിസയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ $1 ലക്ഷം ഫീസ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വർധനവ് പുതിയ വിസയ്ക്ക് മാത്രം. നിലവിൽ വിസ ഉള്ളവർക്കും പുതുക്കലിനും നിരക്ക് ബാധകമാകില്ല എന്ന് വൈറ്റ് ഹൗസ്. വ്യാപാര കരാർ ചർച്ചയ്ക്കായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നാളെ US. മുതൽ നിയമനം നേടിയ സംസ്ഥാനത്തെ 3000-ഓളം എയ്ഡഡ് സ്കൂൾ അധ്യാപകർ ശമ്പളമില്ലാതെ ദുരിതത്തിൽ. തടഞ്ഞുവെച്ചിരിക്കുന്നത് അധ്യാപകരുടെ 5 വർഷത്തെ ശമ്പളവും ആനുകൂല്യവും. അംഗീകാരം സാങ്കല്പികമെന്ന് രേഖപ്പെടുത്തി നിയമന ഉത്തരവ്. അമൃത ന്യൂസ് സ്പെഷ്യൽ. CPI 25ാം പാർട്ടി കോൺഗ്രസ് ഇന്ന് ചണ്ഡീഗഡിൽ കൊടിയുയരും. നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കി പ്രവർത്തകർ. പ്രായപരിധി കഴിഞ്ഞതിനാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് D രാജ തുടരുമോ എന്ന് ഇന്നറിയാം. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടങ്ങളിൽ കുരുതിക്കളങ്ങളായി സഞ്ചാരപാതകൾ. കൂടുതൽ ജീവൻ നഷ്ടമാകുന്നത് ഇരുചക്രവാഹന യാത്രക്കാർക്ക്. മരണനിരക്ക് കൂട്ടുന്നത് ഗതാഗത വകുപ്പിന്റെയും പോലീസിന്റെയും അനാസ്ഥ. ഏഷ്യ കപ്പിൽ ഇന്ന് സൂപ്പർ സൺഡേ. ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും നേർക്കുനേർ. ഫൈനൽ പ്രവേശനത്തിന് ഇരു ടീമുകൾക്കും ജയം അനിവാര്യം. അഭിമാന നേട്ടത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നിറവിൽ മോഹൻലാൽ കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമെന്നും പ്രേക്ഷകർക്കും ദൈവത്തിനും നന്ദിയെന്നും മോഹൻലാൽ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും 10:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണും. പ്രിയ താരത്തിന്റെ പുരസ്കാര തിളക്കം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സിനിമാ ലോകവും ആരാധകരും. എന്തായാലും അദ്ദേഹം രാവിലെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ആദ്യം അത് കാണാം. വളരെ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് പരമോന്നത ബഹുമതി കിട്ടുകയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? എൻ്റെ ഏറ്റവും വലിയ സന്തോഷം രാജ്യത്തിന് ചോദിക്കുന്നത് അല്ലേ ഒരുപാട് സന്തോഷം. ഞാൻ നിങ്ങളെ കാണുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം എല്ലാവരും അഭിനന്ദനങ്ങൾ കൊണ്ട് ചൊല്ലുകയാണ്. ഈ ഘട്ടത്തിൽ എന്താണ് രാജ്യം തന്നെ 48 വർഷം ഞങ്ങളുടെ കൂടെ നടന്ന എൻ്റെ കൂടെ നടന്ന എല്ലാവരും ഞാൻ സ്മരിക്കുന്നു, ഓർക്കുന്നു. അവരുള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിച്ച പ്രേക്ഷകരോട്, എൻ്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാരോട്, എൻ്റെ ഞാനാക്കിയ മലയാള സിനിമയോട്. തീർച്ചയായും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് മലയാള സിനിമ. മറ്റൊരു ലെജൻഡായ മലയാളത്തിലെ മമ്മൂക്ക താങ്കളുടെ ഏറ്റവും അർഹതപ്പെട്ടതാണ് ഈ പുരസ്കാരം. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനോട്, അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിലുണ്ട് മലയാള സിനിമ. ഓക്കെ, അടൂർ ഗോപാലന് ശേഷം അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇനി ഉണ്ടാകട്ടെ. ഇനി വരുന്ന പുതിയ തലമുറയ്ക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷനാണ്. പുരസ്കാരം ഏറ്റുവാങ്ങാൻ പോകുന്നുണ്ട്. 23-ാം തീയതി പുരസ്കാരം ഉണ്ട്. പിന്നെ ഞാനങ്ങ് പോകട്ടെ. കൊച്ചിയിൽ നിന്ന് അശ്വതി ചേരുകയാണ്. അശ്വതി, എന്തൊരു സിമ്പിളാണ് ലാലേട്ടൻ. അദ്ദേഹം ഈ ഒരു പുരസ്കാര നിറവിൽ പോലും വളരെ സിമ്പിളായി അമിതാവേശമില്ലാതെ വളരെ വിനയത്തോടു കൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുകയാണ്. അതുതന്നെയാണ് ലാലേട്ടൻ എന്ന
മഹാനടൻ്റെ പ്രത്യേകതയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു വിജയം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ആരാധകരും സിനിമാ ലോകവും എല്ലാം. അദ്ദേഹം 10:30 മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് കേൾക്കാൻ, അദ്ദേഹം എന്ത് പറയുന്നു എന്നറിയാനുള്ളൊരു ആവേശം, ആഹ്ലാദത്തിൽ തന്നെയല്ലേ ആരാധകരൊക്കെ? തീർച്ചയായും ഈ പുരസ്കാരത്തിന്റെ ഈ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം അദ്ദേഹം കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ക്രൗൺ പ്ലാസയിലാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉള്ളത്. അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിനെ കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൊച്ചിയിലുള്ള ചലച്ചിത്ര പ്രവർത്തകർ എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തും. ഇന്ന് രാവിലെ 6:45 കൂടിയാണ് അദ്ദേഹം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. അവിടെ നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം ആദ്യഘട്ടത്തിൽ ചോദിച്ചിരുന്നു. നേരിട്ടുള്ള ഒരു ബൈറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഇപ്പോഴാണ്. പല തരത്തിൽ അദ്ദേഹം ഫേസ്ബുക്കിലൂടെയും ടെലിഫോണിലൂടെയും ഒക്കെ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഇത് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരം, അതിൽ വലിയ സന്തോഷം, ഇത്രയും വർഷം ഒപ്പം നിന്ന എല്ലാവർക്കും, അതായത് ചലച്ചിത്ര പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും ഒക്കെ നന്ദി പറയുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇത് മലയാള സിനിമയ്ക്ക് കിട്ടിയ വലിയ അംഗീകാരം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ മഹാനടന് അത് ഇത്രയും വലിയ ഒരു പുരസ്കാരം കിട്ടുന്നത് അത് ആഘോഷമാക്കാൻ തന്നെയാണ് കൊച്ചിയിലെ ചലച്ചിത്ര പ്രവർത്തകരും അമ്മ സംഘടനയുടെ അംഗങ്ങളും എല്ലാവരും തന്നെ കൊച്ചിയിലുണ്ട്. ചില അംഗങ്ങൾ ഒക്കെ തന്നെ കൊച്ചിയിലുണ്ട്. എല്ലാവരും ഇന്ന് ക്രൗൺ പ്ലാസയിലാണ് അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നതിനുമൊക്കെ ആയിട്ട് എത്തിച്ചേരുക. 10:30 കൂടിയാണ് മാധ്യമങ്ങളോട് അദ്ദേഹം ഔദ്യോഗികമായിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ സന്തോഷം പങ്കുവെക്കും. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും 2023 പരമോന്നത പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത്. തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമാ യാത്രയാണ് മോഹൻലാലിന്റേതെന്നാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 23, അത് ചൊവ്വാഴ്ച നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ മോഹൻലാലിന് ഈ അവാർഡ് സമ്മാനിക്കും. മലയാളത്തിന് ലഭിക്കുന്ന 2ാമത്തെ ഫാൽക്കെ പുരസ്കാരമാണിത്. 2004 അടൂർ ഗോപാലകൃഷ്ണ പുരസ്കാരം ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ 2019 രജനീകാന്തിനാണ് പുരസ്കാരം ലഭിക്കുന്നത്. എന്തായാലും മലയാളത്തിലെ ചലച്ചിത്ര രംഗത്ത് മാത്രമല്ല എല്ലാവരും ഈ പുരസ്കാരത്തിൽ അത്യധികം സന്തോഷിക്കുന്നു. എല്ലാവർക്കും ഏറ്റവും അടുത്തൊരാൾക്ക് വലിയ ഒരു അംഗീകാരം കിട്ടിയതിന്റെ ആ ഒരു നിറവിലാണ് മലയാളികൾ മൊത്തം എന്നതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകത. അത് മോഹൻലാല് തീർച്ചയായും അശ്വതി, എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം അത് 2ാമതായി ലാലേട്ടനിലൂടെ മലയാളത്തിലേക്ക് എത്തുകയാണ്. വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് മലയാളികളും ലാലേട്ടൻ ഫാൻസും ഒക്കെ. എന്തായാലും അതൊരാഘോഷമാക്കാൻ തന്നെയാണ് അവർ ഒരുങ്ങുന്നത്. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. H1B വിസയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ $1,00,000 ഫീസ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അതെങ്ങനെയൊക്കെ ബാധിക്കും എന്നറിയണ്ടേ? വർധനവ് പുതിയ വിസയ്ക്ക് മാത്രമാണ്. നിലവിൽ വിസ ഉള്ളവർക്കും പുതുക്കലിനും നിരക്ക് ബാധകമാകില്ല എന്നാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം H1B വിസയ്ക്കുള്ള ഫീസ് $1,00,000 ഉയർത്തിയ അമേരിക്കൻ നടപടി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ. നടപടി ഏത് തരത്തിൽ ഇന്ത്യൻ സമൂഹത്തെ ബാധിക്കുമെന്ന് പരിശോധിച്ചു വരികയാണ്. പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് നിരക്ക് വർധനവ് ബാധകമാകുക എങ്കിലും വലിയൊരു ശതമാനം ഇന്ത്യൻ സമൂഹത്തെ വർധന ബാധിക്കും. അമേരിക്കയിലെ വിവരസാങ്കേതിക മേഖലയിൽ കൂടുതലായി ജോലി ചെയ്യുന്നത് ഇന്ത്യൻ യുവാക്കളാണ്. ഈയിടെ അമേരിക്ക അനുവദിച്ച വിസകളിൽ 73% ഇന്ത്യൻ പൗരന്മാർക്കാണ്. അതിനിടെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നാളെ അമേരിക്ക സന്ദർശിക്കും. അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുമായി ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറുകൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തും. വാണിജ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പീയൂഷ് ഗോയലിനൊപ്പം ഉണ്ടാകും. വ്യാപാര പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെ തുടർച്ചയായാണ് പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനം. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ സുഗമമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം പുതിയ വിസ നയത്തിലുള്ള ആശങ്ക കേന്ദ്രമന്ത്രി നേരിട്ട് അമേരിക്കയെ അറിയിക്കും. സംസ്ഥാനത്ത് ആശങ്കയായ അമീബിക് മസ്തിഷ്ക ജ്വരം അതിങ്ങനെ തുടരുകയാണ്. എന്തായാലും 10 പേരാണ് ഇപ്പോൾ കോഴിക്കോട് ചികിത്സയിലുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. 9 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാൾ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 9 പേരിൽ 3 പേർ കുട്ടികളാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മലപ്പുറം കാരക്കോട് സ്വദേശിയായ 13 വയസ്സുകാരന് ഇന്നലെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 2 മാസം മുൻപ് കുട്ടി പുഴയിൽ കുളിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് തലവേദനയും ഛർദിയും ഒക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച്
മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ ആശങ്കയും ആരോഗ്യവകുപ്പിനുണ്ട്. ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം അത് വല്ലാതെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം കുരുതിക്കളങ്ങളാവുകയാണ് സഞ്ചാരപാതകളെന്ന് നമുക്ക് പറയേണ്ടി വരും. ദിനവും കേൾക്കുന്നത് ദുരന്ത വാർത്തകൾ തന്നെയാണ്. ഗതാഗത വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ അനാസ്ഥയാണ് ഈ കാൽനട യാത്രക്കാരുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്നത്. വാർത്ത കാണാം. ഭീതിയോടെയല്ലാതെ ഇപ്പോൾ റോഡിലിറങ്ങാൻ കഴിയില്ല. ഏതു നിമിഷവും ഒരു സ്വകാര്യ ബസ് ചീറിപ്പാഞ്ഞു വന്ന് നമ്മളെ ഇടിച്ചു തെറിപ്പിക്കാം. പ്രത്യേകിച്ച് ഇരുചക്ര യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ഇരകൾ. കാൽനട യാത്രക്കാർക്കും തിരികെ വീട്ടിലെത്തുമെന്ന് ഉറപ്പ് വേണ്ട. റോഡിലിറങ്ങുന്നവർ അപകടമുനമ്പിലാണ്. സ്വകാര്യ ബസ്സുകൾ അപകടം വരുത്താത്ത ഒരൊറ്റ ദിനങ്ങൾ പോലും കടന്നു പോകാറില്ല. മത്സരയോട്ടത്തിനിടെ മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണ് പ്രബല വിഭാഗം സ്വകാര്യ ബസ് ഡ്രൈവർമാർ. ആരെ കൊന്നായാലും യഥാസ്ഥാനത്തെത്തുക. റോഡിലുള്ള ചെറുവാഹനങ്ങളെയോ കാൽനട യാത്രക്കാരെയോ ബസ് ഡ്രൈവർമാർ ശ്രദ്ധിക്കാറേയില്ല എന്നതാണ് വസ്തുത. ഒരു കുറഞ്ഞ കാലത്തിന് ശേഷം ജില്ലയുടെ പല ഭാഗങ്ങളിലും വീണ്ടും ബസ്സുകളുടെ അമിത വേഗതയും അതുമൂലമുള്ള അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കാനും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുമുള്ള തീരുമാനങ്ങളും നടപടികളും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെങ്കിൽ KSU യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ബസ്സുകൾ തടയാൻ തയ്യാറാവും. ബസ്സുകൾ തടയുകയും റോഡിൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് ആവർത്തിക്കാതിരിക്കാൻ അടിയന്തരമായി നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പിറകിലെത്തി നിർത്താതെ ഹോൺ മുഴക്കുന്നതോടെ പരിഭ്രാന്തരായി അപകടത്തിൽപ്പെടുന്ന ഇരുചക്ര യാത്രക്കാരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. നടപടിയെടുക്കേണ്ട അധികൃതർ കണ്ണടയ്ക്കുമ്പോൾ തൽഫലമായി മനുഷ്യജീവനുകൾ പൊലിയുന്നു. അംഗഭംഗം വന്ന് ദുരിതം പേറേണ്ടി വരുന്നവരിലും സാധാരണക്കാരാണ് അധികവും. മാസപ്പടിയുടെ കനമനുസരിച്ച് മത്സരയോട്ടത്തിന് മൗനാനുവാദം നൽകുന്ന ഗതാഗത വകുപ്പ് അധികൃതരെയാണ് മനുഷ്യക്കുരുതിയിൽ ഒന്നാം പ്രതിയാക്കേണ്ടത്. അമൃത ന്യൂസ്, കോഴിക്കോട്. എന്തായാലും ഈ മനുഷ്യക്കുരുതിക്ക് ഒരു അറുതി വേണ്ടേ? എന്തായാലും ശ്രദ്ധിക്കണം ഇക്കാര്യങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ 2016 മുതൽ നിയമനം നേടിയ സംസ്ഥാനത്തെ 3000-ഓളം എയ്ഡഡ് സ്കൂൾ അധ്യാപകർ ശമ്പളമില്ലാതെ ദുരിതത്തിലാണ്. അധ്യാപകരുടെ 5 വർഷത്തെ ശമ്പളവും ആനുകൂല്യവും ഒക്കെയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. നിയമനാംഗീകാരം നോഷണൽ അഥവാ സാങ്കല്പികം എന്നാണ് ഉത്തരവിലുള്ളത്. ഇക്കാരണത്താൽ അവരുടെ ശമ്പളവും സാങ്കല്പികമായി മാറിയിരിക്കുകയാണ്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ കേരളത്തിലെ വിവിധ എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം നേടിയ അധ്യാപകരാണ് ശമ്പളമില്ലാതെ വലയുന്നത്. അധിക തസ്തിക, വിരമിക്കൽ, സ്ഥാനക്കയറ്റം തുടങ്ങിയ വിവിധ തസ്തികകളിലാണ് ഇക്കാലയളവിൽ അധ്യാപകർക്ക് നിയമനം ലഭിച്ചിട്ടുള്ളത്. ഈ അധ്യാപകർക്ക് നിയമന തീയതി മുതൽ സേവന കാലയളവ് പരിഗണിച്ച് നോഷണൽ അഥവാ സാങ്കല്പികം എന്ന തലത്തിലാണ് നിയമന അംഗീകാരം നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിനാൽ ഈ കാലയളവിൽ അധ്യാപകർക്ക് ചെയ്ത ജോലിക്ക് ശമ്പളവും സാങ്കല്പികമായി കിടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ വർധനവിനെ തുടർന്ന് 1:1 അനുപാതം പാലിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുമെന്ന് മാനേജർമാർ എഴുതി നൽകിയാൽ നിയമന അംഗീകാരം നൽകുമെന്ന് സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരുന്നു. എന്നാൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നോഷണലായിരിക്കുമെന്ന് കൂടി കൂട്ടിച്ചേർത്തിരുന്നു. ഇക്കാരണത്താലാണ് സംസ്ഥാനത്തെ 3000-ഓളം വരുന്ന അധ്യാപകരുടെ ചെയ്ത ജോലിക്കുള്ള ശമ്പളം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷത്തെ ശമ്പളവും ആനുകൂല്യവുമാണ് ഇവർക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നത്. സർക്കാരിലേക്ക് പലതവണ നിവേദനം നൽകിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുകയാണ് അധ്യാപകർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമനാംഗീകാരം നേടി 4 വർഷം പിന്നിട്ടിട്ടും ചെയ്ത ജോലിക്ക് ശമ്പളം കിട്ടാതെ പലവട്ടം നിവേദനം നൽകി സർക്കാരിൻ്റെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ അധ്യാപകർ. വായ്പയും പലിശയും ഒക്കെ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കണിയിൽപ്പെട്ട അധ്യാപകർ തങ്ങളുടെ 5 വർഷത്തെ അധ്വാനത്തിൻ്റെ കൂലിയാണ് സർക്കാരിനോട് ചോദിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ചോദിക്കുന്നത് ഞങ്ങളെ DA വർദ്ധിപ്പിക്കാനല്ല, ഒരിക്കലും ഞങ്ങൾ മറ്റുള്ള ആനുകൂല്യം ലഭിക്കാനല്ല, ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശമ്പള വർധന വേണ്ടിയല്ല. ഞങ്ങൾ ഈ 5 വർഷം പണിയെടുത്ത ശമ്പളം അനുവദിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വരുന്നത്. സാധാരണ ഞങ്ങളെ സംബന്ധിച്ച് സമരം ചെയ്യാന്ന് പറയുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത സംഗതിയാണ്. സർക്കാർ ഇതിന് കാരണമായി പറയുന്നത് സ്വാഭാവികമായിട്ടും സാമ്പത്തിക ബാധ്യതയാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും കയ്യിൽ നേരിട്ട് പണം നിലനിൽക്കുക മാത്രമല്ല, ഞങ്ങൾക്ക് PF-ലേക്കെങ്കിലും ഞങ്ങൾക്ക് നൽകാനുള്ള ശമ്പളം അനുവദിച്ച് നൽകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ ഓരോ അധ്യാപകരും ശമ്പളമോ മറ്റോ ആനുകൂല്യങ്ങളോ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ സ്കൂൾ സമയങ്ങൾക്ക് ശേഷം പല ജോലികൾ ചെയ്തുകൊണ്ടാണ് നിത്യവൃത്തികളും മറ്റുള്ള സംഭവങ്ങളും മുൻപോട്ട് പോയിരുന്നത്.
നമ്മളെ സ്കൂളിലുള്ള പല പല ആവശ്യങ്ങളുണ്ടായിരിക്കും. കുട്ടികൾക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ നൽകേണ്ടി വരും. അവർക്ക് വേണ്ടിയിട്ടുള്ള പല പഠന പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വരെ വാങ്ങുന്നത് നമ്മളുടെ ഒഴിവ് സമയങ്ങളിലും അല്ലാത്ത മിച്ചം വരുന്ന സമയങ്ങളിലൊക്കെ ജോലി എടുത്തിട്ട് കിട്ടുന്ന ആ തുച്ഛമായ വരുമാനത്തിൽ നിന്നായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. ഈ കൊറോണ പോലുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അത്തരത്തിലുള്ള വരുമാനം കൂടി നിലച്ചൊരു സാഹചര്യത്തിൽ നമ്മൾക്കൊരു എക്സ്ട്രാ ബേർഡൻ കൂടി ഉണ്ടാവുകയായിരുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ. നമ്മൾക്ക് ഡാറ്റകൾ റീചാർജ് ചെയ്യാനും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായി നമുക്ക് പല ബാങ്കുകളിൽ നിന്നും ലോണുകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല അധ്യാപകരും ഇപ്പോഴും അത്തരം ലോണുകൾ അടച്ചു തീർക്കാത്ത അവസ്ഥയിലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എയ്ഡഡ് മേഖലയിലെ പ്രധാന വിഭാഗം അധ്യാപകരെന്ന് പറയുന്നത് സ്ത്രീജനങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് വേതനം ലഭിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളും അതിൻ്റെ പുറമെ നമ്മൾ സ്കൂളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം കണ്ടെത്താൻ, ഇപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോകണമെങ്കിൽ വാഹനങ്ങൾ ഉപയോഗിക്കണം, അതിലേക്ക് പെട്രോൾ അടിക്കാൻ പൈസ വേണം, സ്കൂളിലെ പല പഠന പ്രവർത്തനങ്ങളിലേക്കും കുട്ടികൾക്ക് സപ്പോർട്ട് നൽകണമെങ്കിൽ അതിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കണം, അതിന് പണം വേണം. അത്തരം കാര്യങ്ങൾക്കൊക്കെ വീട്ടിലെ കാര്യങ്ങളും അതിനോടൊപ്പം മറ്റു പല ജോലികളിലും, അതായത് ട്യൂഷൻ സെൻ്ററുകൾ, അതുപോലെ പല ക്രാഫ്റ്റ് വർക്കുകൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ എക്സ്ട്രാ ഇൻകം കണ്ടെത്തേണ്ട ഒരു ബുദ്ധിമുട്ടിലൂടെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരുന്നത്. ഈ നാഷണൽ അംഗീകാരം നേടിയ അധ്യാപകരിൽ ഭൂരിഭാഗവും ലേഡീസാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെയോ ഭരണ നേതൃത്വത്തിൻ്റെയോ മുന്നിലേക്ക് എത്തിപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, സ്ത്രീകൾ അവരുടെ സ്കൂളുകളിൽ മാത്രമല്ല, ഈ മൾട്ടി ടാസ്ക് അവരുടെ സ്കൂളുകളിൽ മാത്രമല്ല കാണിക്കുന്നത്, അവരുടെ വീടുകളിൽ ഓരോ കുടുംബവും സമൂഹത്തിൻ്റെ അടിത്തറയാണെന്ന് നമുക്കറിയാം. ആ കുടുംബ പരിപാലനവും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ടാസ്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടുള്ള കുറേ അധ്യാപികമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ നാഷണൽ കാരണം. അതുകൊണ്ട് ആണ് ആത്മഹത്യകൾ പോലും അധ്യാപകരുടെ ഇടയിൽ ഉണ്ടാവുന്നത്. CPI 25ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാവുകയാണ്. രാവിലെ നടക്കുന്ന പൊതുസമ്മേളനത്തോടു കൂടിയാണ് പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്നത്. വിവിധ ഇടത് പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികൾ പാർട്ടി കോൺഗ്രസിന്റെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. നാളെ രാവിലെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം സംഘടനാ റിപ്പോർട്ടും രാഷ്ട്രീയ റിപ്പോർട്ടും അവതരിപ്പിക്കും. രാഷ്ട്രീയ പ്രമേയവും നാളെയാണ്. തുടർന്ന് 1.5 ദിവസത്തോളം രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിലുള്ള ചർച്ച നടക്കും. പ്രായപരിധി കർശനമായി നടപ്പാക്കിയാൽ നിലവിലെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D രാജ പദവി ഒഴിയും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതയെ പരിഗണിച്ചാൽ അമർജിത് കൗർ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയേക്കും. അതേസമയം സംഘടനാ ദൗർബല്യങ്ങളിൽ കടുത്ത വിമർശനം സമ്മേളനത്തിൽ ഉയർന്നുവരും. ദേശീയ തലത്തിൽ രാഷ്ട്രീയമായി ഇടപെടുന്നതിൽ വലിയ പോരായ്മ നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ് വിമർശനം. 25 ലക്ഷം രൂപ മുടക്കി ഒരു മാസം മുൻപ് നവീകരിച്ച ഞീഴൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ സീലിംഗും മേൽക്കൂരയിലെ ഷീറ്റിന്റെ ഭാഗവും അടക്കം തകർന്നു വീണു. മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. നിർമ്മാണത്തിൽ അതുകൊണ്ട് തന്നെ അപാകതയെന്നാണ് BJP ആരോപിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. ശനിയാഴ്ചയാണ് ഞീഴൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ സീലിംഗും ഷേഡിലെ ഷീറ്റുകളും കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ ഇരുമ്പ് ഗ്രില്ലുകളും ഗ്ലാസും അടക്കം തകർന്നു വീണത്. കെട്ടിടത്തിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ ഭാഗത്ത് ഈ സമയം ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 1/4 കോടിയോളം രൂപ മുടക്കി ഒരു മാസം മുൻപാണ് കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരണം നടപ്പാക്കിയത്. നിർമ്മാണത്തിലെ അപാകതയാണ് കെട്ടിടഭാഗം തകരാൻ കാരണമെന്ന് ആരോപണം ഉയർന്നതിന് പിന്നാലെ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. നീടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഈ വർക്ക് നടക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം MLA എന്ന നിലയിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് നാടിന്റെ ആവശ്യം എന്ന നിലയിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. 2, ഇതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് LSTDയുടെ കോട്ടയം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കീഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് കടുത്തുരുത്തി ബ്ലോക്കിന്റെ കീഴിലാണ്. പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ വന്ന് ഉദ്ഘാടനം ചെയ്യുകയും ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ മേൽക്കൂര അടക്കം താവോട്ട് പോകുന്നു, ഇടിഞ്ഞു വീണിരിക്കുന്നതാണ്. അപ്പൊ എന്താണ് ഇക്കാര്യത്തിൽ നിർമ്മാണത്തിലെ അപാകതയാണോ, എഞ്ചിനീയറിംഗ് വിങ്ങിന്റെ അശ്രദ്ധയാണോ, ഗ്രാമപഞ്ചായത്ത് മോണിറ്റർ ചെയ്തതിൽ വീഴ്ചയാണോ, എന്താണ് സംഭവിച്ചത് എന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ കോട്ടയം ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ കോട്ടയം LSTD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും ഈ വർക്ക് മോണിറ്റർ ചെയ്ത കടുത്തുരുത്തി ബ്ലോക്കിന്റെ കീഴിലുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും ആവശ്യപ്പെടുകയുണ്ടായി. കെട്ടിടഭാഗം തകർന്നു വീണതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മോൻസ് ജോസഫ് MLAയ്ക്കും നിർമ്മാണം നടത്തിയ LDF ഭരണസമിതിക്കും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന്
BJP കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജി ലിജിൻലാൽ പറഞ്ഞു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും BJP ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരക്കിട്ട് നടത്തിയ നിർമ്മാണമാണ് തകർന്നു വീഴുന്നതിന് കാരണമെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. മുമ്പ് കമ്മ്യൂണിറ്റി ഹാളിന്റെ നിലത്ത് വിരിച്ച ടൈലുകൾ തകർന്നത് സംബന്ധിച്ചും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അമൃത ന്യൂസ്, കോട്ടയം. ഒരു അനാസ്ഥയുടെ വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ പോകുന്നത് ഒരു നല്ല വാർത്തയിലേക്കാണ്. പാലാ നഗരത്തിൽ അന്തിയുറങ്ങിയവരെ നഗരസഭ ഇടപെട്ട് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി. കഴിഞ്ഞ രാത്രിയിൽ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി 14 പേരെയാണ് ഇത്തരത്തിൽ കണ്ടെത്തി മാറ്റിയത്. ഇവർക്ക് ഭക്ഷണവും മരുന്നും ലഭ്യമാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. പാലാ കുരിശുപള്ളിക്കവല, ഓപ്പൺ സ്റ്റേജ്, പഴയ സ്റ്റാൻഡ്, കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ്, തെക്കേക്കര, നഗരത്തിലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെ സ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് തമ്പടിച്ചിരുന്നവരെയാണ് നഗരസഭ കണ്ടെത്തി നീക്കിയത്. പാലാ കാനാട്ടുപാറയിലുള്ള മരിയ സദനത്തിലാണ് ഇവരെ പ്രവേശിപ്പിച്ചത്. നഗരസഭയുടെ ആംബുലൻസിൽ കയറാൻ മടി കാണിച്ചവരെ നിർബന്ധപൂർവ്വം കൊണ്ടുപോകേണ്ടി വന്നു. നഗരസഭ ഇടപെട്ട് മരിയ സദനത്തിൽ പ്രവേശിപ്പിച്ചവർക്ക് മരുന്നും ഭക്ഷണവും ലഭ്യമാക്കും. നഗരം യാചകമുക്ത മേഖലയാക്കുകയാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ തോമസ് പീറ്റർ പറഞ്ഞു. പാലാ നഗരസഭയുടെ യാചക പുനരധിവാസ പദ്ധതി അനുസരിച്ച് പാലാ നഗരസഭയിൽ അലഞ്ഞു തിരിഞ്ഞ് ശല്യമുണ്ടാക്കുന്ന യാചകരെയൊക്കെ ഇവിടെ നിന്നും അവരെ കളക്ട് ചെയ്ത് മരീസ്ഥാനത്തിൽ എത്തിക്കുകയും അവിടെ അവരെ അധിവസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. വളരെ കരുതലോടെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു ദോഷവും അവർക്ക് വരാത്ത രീതിയിൽ കൊണ്ടുപോയി മരീസ്ഥാനത്തിൽ ഏൽപ്പിക്കുകയും അങ്ങനെ മരീസദനം അവരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. അവരുമായിട്ട് മുനിസിപ്പാലിറ്റി കോൺട്രാക്ട് വെച്ചിട്ടുണ്ട്. അതിന് ധനസഹായം മുനിസിപ്പാലിറ്റി അവർക്ക് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ പാലാ നഗരസഭ പരിപൂർണമായിട്ടും ഒരു യാചക ഇല്ലാത്ത ഒരു മേഖലയായിട്ട് മാറ്റുന്നതിനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ്. നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് വിവിധ പ്രദേശങ്ങളിൽ അന്തിയുറങ്ങിയിരുന്നവരെ നീക്കം ചെയ്തത്. കഴിഞ്ഞ രാത്രി 8 മണിയോടെ ആരംഭിച്ച പരിശോധനയിൽ 1.5 മണിക്കൂർ കൊണ്ട് 14 പേരെ നീക്കം ചെയ്തു. നഗരത്തിൽ അലഞ്ഞു തിരിയുന്നവരെയും യാചകരെയും കണ്ടെത്തി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾ തുടരുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സാമൂഹ്യ സേവനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മാതൃകയാകുകയാണ് മാതാ അമൃതാനന്ദമയി മഠം. അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായ ഇന്നലെ മെഗാ ശുചീകരണ യജ്ഞമാണ് നടന്നത്. ലോകമെമ്പാടുമുള്ള അമ്മയുടെ സ്ഥാപനങ്ങളുടെയും ആശ്രമങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായാണ് ലോക ശുചീകരണ ദിനത്തിൽ മെഗാ ശുചീകരണ യജ്ഞവുമായി അമൃതാനന്ദമയി മഠം മുന്നിട്ടിറങ്ങിയത്. ആശ്രമത്തിലെ സന്യാസിമാരും ബ്രഹ്മചാരിണിമാരും ഉൾപ്പെടെ നിരവധി പേർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. അമ്മ പങ്കുവച്ച ആശയത്തിലൂടെ സമൂഹ നന്മ ഉറപ്പുവരുത്താനും ഒപ്പം മനുഷ്യ മനസ്സുകളിൽ ശുചിത്വ ബോധവൽക്കരണം നടത്താനും ഇത്തരം യജ്ഞങ്ങൾ ഏറെ പ്രയോജനകരമാണെന്ന് സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി പറഞ്ഞു. ഇതിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നുണ്ട്. മനുഷ്യൻ്റെ മനസ്സിലാണ് ഈ പരിവർത്തനം വരേണ്ടത്. അമ്മ പറയാറുണ്ട്, പരിസ്ഥിതിയല്ല മനസ്ഥിതിയാണ് മാറേണ്ടത്. മനസ്ഥിതി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പരിസ്ഥിതിയിൽ പ്രതിഫലിക്കും. ആലപ്പുഴ, കൊല്ലം ജില്ലകളിലായി ആശ്രമത്തിൻ്റെ സമീപ പ്രദേശങ്ങളായ ക്ലാപ്പന, കുലശേഖരപുരം, ആലപ്പാട്, ആറാട്ടുപുഴ എന്നീ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ആശ്രമ അന്തേവാസികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രദേശവാസികൾ എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മെഗാ ശുചീകരണ യജ്ഞത്തിന് പിന്തുണയുമായി എത്തി. ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും വ്യാപാരി വ്യവസായി സംഘടനകളും ഒത്തുചേർന്നപ്പോൾ സമ്പൂർണ്ണ ശുചിത്വം എന്ന അമ്മയുടെ ആശയം കൂടുതൽ ജനകീയമായി. ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ സംഘം വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന ശുചീകരണ യജ്ഞത്തിന്റെ സമാപനം കൊല്ലം ജില്ലയിൽ വള്ളിക്കാവ് ടൗണിലും ആലപ്പുഴ ജില്ലയിൽ അഴീക്കൽ ലൈറ്റ് ഹൗസ് പരിസരത്തും നടന്നു. ആലപ്പുഴ ജില്ലയിൽ അഴീക്കലിൽ അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ്, എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ SN ജ്യോതി എന്നിവർ വിഷയാവതരണം നടത്തി. മാതാ അമൃതാനന്ദമയി മഠം പ്രതിനിധികളായ സ്വാമി തപസ്യാമൃതാനന്ദപുരി, സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി, സ്വാമിനി സിദ്ധാമൃത പ്രാണ, ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ, ബ്രഹ്മചാരിണി ദീപ്തി എന്നിവർ ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകി. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ശുചിത്വമുള്ളൊരു നാടിനായി ശുചിത്വ പ്രതിജ്ഞയെടുത്തു. വിവിധ ഭാഗങ്ങളിലായി നടന്ന ശുചീകരണ യജ്ഞത്തിൽ 50,000-ത്തിലധികം വരുന്ന അമ്മയുടെ മക്കൾ പങ്കാളികളായി. അമൃത ന്യൂസ്, കൊല്ലം.
സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷത്തിന് മുന്നോടിയായി ശുചിത്വ ദിനം ആചരിച്ച് അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസ്. അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ, അമൃത സെന്റർ ഫോർ അലൈഡ് ഹെൽത്ത് സയൻസ്, അമൃത കോളേജ് ഓഫ് നഴ്സിംഗ്, അമൃത സ്കൂൾ ഓഫ് ഫാർമസി, അമൃത സ്കൂൾ ഓഫ് ആർട്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ്, അമൃത സ്കൂൾ ഓഫ് ബിസിനസ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. കൊച്ചി ഹെൽത്ത് സയൻസസ് ക്യാമ്പസ് പരിസരത്തിന് പുറമെ സമീപത്തുള്ള പൊതുപാതകളും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ശുചിയാക്കി. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അമൃത വിശ്വവിദ്യാപീഠവും മാതാമൃതാനന്ദമയി മഠവും വിവിധ പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കൊച്ചി ഹെൽത്ത് സയൻസസ് ക്യാമ്പസിൽ വെച്ച് നടന്ന ശുചീകരണ യജ്ഞത്തിൽ കേരള ഹൈക്കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് ഷാജി പി ചാലി മുഖ്യാതിഥിയായിരുന്നു. മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി, അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ, അമൃത ആശുപത്രി സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർ, അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ആനന്ദ് കുമാർ, ഡോക്ടർ ജഗുസ്വാമി, കൊച്ചി അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ റഹ്ന, ബ്രഹ്മസ്ഥാനം ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ യു കൃഷ്ണകുമാർ എന്നിവർ വിവിധയിടങ്ങളിൽ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി. പ്രഗത്ഭ ന്യൂറോളജിസ്റ്റും കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ വൈസ് പ്രിൻസിപ്പലും ന്യൂറോളജി വിഭാഗ മേധാവിയുമായ ഡോക്ടർ ആനന്ദ് കുമാറിന് ലെജൻഡറി ന്യൂറോളജിസ്റ്റ് പുരസ്കാരം ലഭിച്ചു. ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജ് ന്യൂറോ ഇമാജിൻ എന്നിവർ സംഘടിപ്പിച്ച ഷൈൻ ടീച്ചിംഗ് പ്രോഗ്രാമിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. ന്യൂറോളജി DM കോഴ്സുകളിൽ പരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്കുള്ള പരിശീലന പരിപാടിയാണ് ഷൈൻ ടീച്ചിംഗ് പ്രോഗ്രാം. പ്രഗത്ഭ ന്യൂറോളജിസ്റ്റും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റുകളുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമായ ഡോക്ടർ ലക്ഷ്മി നരസിംഹനാണ് പുരസ്കാരം ഡോക്ടർ ആനന്ദ് കുമാറിന് സമ്മാനിച്ചത്. പുരസ്കാര നേട്ടത്തിലേറെ സന്തോഷമുണ്ടെന്നും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ കൃപയാണ് പുരസ്കാര നേട്ടത്തിന് വഴിയൊരുക്കിയതെന്നും ഡോക്ടർ ആനന്ദ് കുമാർ പറഞ്ഞു. പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്കും എൻ്റെ പേര് വിളിച്ചപ്പോഴത്തേക്കും വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ സ്റ്റേജിൽ കയറി അത് സ്വീകരിച്ചത്. അപ്പം എൻ്റെ കഴിവിനെക്കാട്ടിലും ഞാൻ വിലമതിക്കുന്നത് അമ്മയുടെ കൃപയാണ്. അത് ഞാൻ വെറുതെ ഒരു ഭംഗിവാക്കായിട്ട് പറയുന്നതല്ല, എൻ്റെ മനസ്സിൽ നിന്ന് പറയുകയാണ്. കാരണം എനിക്ക് അത്രയ്ക്കുള്ള ഒരു കഴിവുള്ള ഒരാളാണെന്ന് എനിക്ക് സ്വയം ഒരു വിശ്വാസമില്ല. പക്ഷേ അമ്മ എന്നിൽ കൂടെ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പല ഉയരങ്ങളിലും എത്താൻ പറ്റുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ തല കുനിഞ്ഞു തന്നെ നിൽക്കുന്നു. ഒരിക്കലും ഒരു അഹങ്കാരത്തിൻ്റെ ലേശം പോലുമില്ലാതെ ഞാൻ ആ സന്തോഷം നിങ്ങളുമായി അമൃത കുടുംബത്തിലെ എല്ലാവരുമായിട്ടും പങ്കുവയ്ക്കുന്നു. ഡോക്ടർ പ്രതികരിച്ചതുപോലെ അമൃത കുടുംബത്തിലെ എല്ലാവർക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി വെട്ടിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനെ തുടർന്ന് യാത്രാ ദുരിതം നേരിടുകയാണ് പൂഞ്ഞാർ വെട്ടിപ്പറമ്പ് നിവാസികൾ. മീനച്ചിൽ മലങ്കര കുടിവെള്ള പദ്ധതിക്കായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. പല കാരണങ്ങളാൽ കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണം വൈകുമ്പോൾ പൂഞ്ഞാർ വെട്ടിപ്പറമ്പ് തീക്കോയി റോഡിലെ യാത്രക്കാരുടെ ദുരിതവും അങ്ങനെ അനന്തമായി നീളുകയാണ്. ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയെയും ഈരാറ്റുപേട്ട വാഗമൺ സംസ്ഥാന പാതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് പൂഞ്ഞാർ വെട്ടിപ്പറമ്പ് ആനിയളപ്പ് തീക്കോയി റോഡ്. 3 കിലോമീറ്ററിലധികം നീളമുള്ള ഈ റോഡിന്റെ പാതി ഭാഗത്തോളം കുഴിച്ചാണ് പൈപ്പിടൽ ആരംഭിച്ചത്. 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ പൈപ്പിട്ടെങ്കിലും പണികൾ പൂർത്തീകരിക്കാത്തതിനാൽ ടാറിംഗ് തുടങ്ങാനായിട്ടില്ല. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പറമ്പ് റോഡരികിൽ ഓവർഹെഡ് ടാങ്ക് നിർമ്മാണവും പ്രാരംഭ ഘട്ടത്തിലാണ്. പൂഞ്ഞാർ, പാതാമ്പുഴ, കുന്നോന്നി, മുണ്ടക്കയം മേഖലകളിൽ നിന്നും തീക്കോയി, വാഗമൺ, തൊടുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ നിരവധി ആളുകൾ ആശ്രയിച്ചിരുന്ന ഈ റോഡിൽ ഇപ്പോൾ യാത്ര ദുരിതപൂർണമായി. പൂഞ്ഞാർ, തെക്കക്കര, തീക്കോയി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് കുഴിച്ചിട്ട് 7 മാസമായിട്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. റീസ്റ്റോർ ചെയ്യുക എന്ന വാക്ക് ആണ് വാട്ടർ അതോറിറ്റിക്കാർ ഉപയോഗിക്കുന്നത്. ആ പദ്ധതി പ്രവർത്തനം ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൂടാതെ പൂഞ്ഞാർ, തെക്കര പഞ്ചായത്തും കൂട്ടിക്കൽ പഞ്ചായത്തും ബന്ധിപ്പിക്കുന്ന കൂട്ടിക്കൽ ഏന്തയാർ, കൈപ്പള്ളി ഏന്തയാർ റോഡ്, പെരുങ്ങളം വെള്ളപ്പാറ റോഡ് തുടങ്ങിയ റോഡുകളെല്ലാം പൈപ്പ് ഇടാൻ വേണ്ടി കുഴിച്ചിട്ട് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവർത്തനങ്ങൾ വാട്ടർ അതോറിറ്റിയോ അതിൻ്റെ കോൺട്രാക്ടർമാരോ ചെയ്യാത്തതുകൊണ്ട് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ്. പാല, പൂഞ്ഞാർ മണ്ഡലങ്ങളിലെ 13 പഞ്ചായത്തുകളിൽ വെള്ളമെത്തിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നീലൂരിൽ 45 ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്ക് നിർമ്മിച്ച് വിവിധ ഓവർഹെഡ് ടാങ്കുകളിൽ എത്തിച്ചാവും വിതരണം. വിവിധയിടങ്ങളിൽ ടാങ്ക് നിർമ്മാണവും പുരോഗമിക്കുകയാണ്.
ടാങ്കിലേക്കുള്ള 1 മീറ്റർ വ്യാസമുള്ള കൂറ്റൻ പൈപ്പുകൾ പലയിടത്തായി ഇപ്പോഴും കൂടിക്കിടപ്പുണ്ട്. ഇവയെല്ലാം സ്ഥാപിച്ച ശേഷം റോഡ് ടാറിംഗ് എന്നു നടക്കുമെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. റോഡ് നവീകരണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. BJPയും വിഷയത്തിൽ സമരപരിപാടികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമൃത ന്യൂസ്, കോട്ടയം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആലപ്പുഴയിൽ സ്ഥാപിക്കാൻ മുൻകൈയെടുക്കുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന ജില്ലയുടെ ആരോഗ്യ വികസന സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറക് നൽകുകയാണ്. അനുയോജ്യമായ സ്ഥലം ഒരു ഘട്ടത്തിൽ പ്രധാന പ്രശ്നമായിരുന്നു. എങ്കിൽ ഇന്ന് അതും പരിഹരിക്കപ്പെട്ടതോടെ ഏറെ പ്രതീക്ഷയിലാണ് ആലപ്പുഴക്കാർ. അമ്പലപ്പുഴ പുറക്കാട്ടെ സ്മൃതി വനപ്രദേശത്ത് എയിംസ് എത്തിയാൽ അത് കേരളത്തിൻ്റെ വികസന വളർച്ചയ്ക്ക് ഒപ്പം നാട്ടുകാരുടെ ദുരിത ജീവിതത്തിനും അറുതിയാകും. 200 ഏക്കർ സ്ഥലമാണ് എയിംസിന് ആവശ്യം. ഇത് ലഭ്യമാക്കിയാൽ അനുകൂലമായ സമീപനമുണ്ടാകുമെന്ന് സർക്കാർ 2014 ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷവും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയിരുന്നില്ല. അടുത്തിടെയാണ് എയിംസ് ചർച്ചകൾ വീണ്ടും സജീവമായത്. സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ഒരു ഘട്ടത്തിലെ പ്രധാന വെല്ലുവിളി. എന്നാൽ ജില്ലയിൽ ഇതിനനുയോജ്യമായ 3 സ്ഥലങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അമ്പലപ്പുഴ പുറക്കാടുള്ള ഗാന്ധി സ്മൃതി വനപ്രദേശമാണ് ഇതിൽ കൂടുതൽ അഭികാമ്യം. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി വിവിധ പദ്ധതികൾക്ക് സാക്ഷ്യം വഹിച്ച മണക്കൽ പാടശേഖരം ഇന്ന് വിഷപ്പാമ്പുകളുടെയും നീർനായ്ക്കളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 100 മേനി വിളവുള്ള 636 പാടശേഖരം വനമില്ലാത്ത ആലപ്പുഴയ്ക്ക് ഒരു നിർമ്മിത വനം ലക്ഷ്യമിട്ടാണ് ഏറ്റെടുത്ത് 1994 പദ്ധതിക്ക് തുടക്കമിട്ടത്. തുടർന്നു വന്ന സർക്കാരുകൾ താൽപ്പര്യം കാണിക്കാതിരുന്നതോടെ പ്രദേശം കാടുകയറി. ഇതോടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതവും ദുരിതപൂർണ്ണമായി. മഴക്കാലത്ത് വെള്ളം ഉയർന്ന് സമീപ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാകും. മുട്ടറ്റം ചെളിയിലാണ് പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം. പാമ്പുകളുടെ കടിയേറ്റ് ഇതിനോടകം പൊലിഞ്ഞത് നിരവധി ജീവനുകളാണ്. ആലപ്പുഴ ജില്ലയിൽ പുറക്കാട് എയിംസ് വരുന്നതോടുകൂടി ഈ നാടിനാകെ അമ്പലപ്പുഴയ്ക്കാകെ വലിയ മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ആരോഗ്യ മേഖലയിലെ മാറ്റം, അതിനപ്പുറമായി ഒരു നാടിൻ്റെ വികസനത്തിന് പോലും എയിംസ് ഉപകാരപ്പെടും എന്നുള്ളതാണ് നമ്മളെല്ലാം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. സ്ഥല സൗകര്യമാണ് നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന്. അതിന് ഉതകുന്ന ഒന്നാണ് സ്മൃതിവന പദ്ധതി പ്രദേശം എന്നുള്ളത് കൊണ്ട് അവിടെ കിടക്കുന്ന സ്ഥലം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ ഗവൺമെൻറ് തയ്യാറായാൽ ഒരു വലിയ മാറ്റം, വലിയ മേന്മ ഈ കാര്യത്തിൽ ഉണ്ടാകും. എയിംസ് സ്മൃതി വനപ്രദേശത്ത് പ്രാവർത്തികമായാൽ വികസനത്തോടൊപ്പം പുറക്കാട് നിവാസികളുടെ നാളുകളായുള്ള ഈ ദുരവസ്ഥയ്ക്കും അവസാനമാകും. പകർച്ചവ്യാധികളുടെ പറദീസ എന്നറിയപ്പെട്ടിരുന്ന ആലപ്പുഴ ഇന്ന് ഏറെ മുന്നേറിയെങ്കിലും ജലജന്യ രോഗസാധ്യത വളരെ കൂടുതലാണ്. മത്സ്യത്തൊഴിലാളികളും കർഷകരും ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങൾ കൂടുതലായി അധിവസിക്കുന്ന ജില്ലയിൽ ആരോഗ്യമേഖലയിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളിലും ചികിത്സാ സൗകര്യങ്ങളിലും വലിയ കുറവുകളും വെല്ലുവിളികളും നേരിടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ജില്ലയിൽ സ്വകാര്യ മേഖലയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില്ല. ഈ ഘടകങ്ങളെല്ലാം പരിഗണനയ്ക്കെടുത്താൽ പദ്ധതി പ്രാവർത്തികമാകേണ്ടത് ആലപ്പുഴ ജില്ലയിലെ ജനങ്ങളുടെ ജനകീയ ആവശ്യമാണ്. ഒരു പതിറ്റാണ്ടിലേറെയായി കേരളം കാത്തിരിക്കുന്ന എയിംസ് ആലപ്പുഴയിലേക്ക് എത്തുമോ എന്നാണ് കിഴക്കിൻ്റെ വെനീസ് ഇന്ന് ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഏഷ്യ കപ്പ് സൂപ്പർ 4 എന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. സൂപ്പർ 4-ൽ ഇരു ടീമുകൾക്കും ആദ്യ കളിയാണ്. എന്തായാലും ഹസ്തദാന വിവാദത്തിന് ശേഷം ആ വിവാദം ഇങ്ങനെ കെട്ടടങ്ങുന്നതിന് മുൻപാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. മാച്ച് റഫറിയായി ആൻഡി പൈക്രോഫ്റ്റിനെ തന്നെ നിയമിച്ചതോടെ ഇന്ന് പാകിസ്ഥാന്റെ സമീപനം എന്താകും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.